അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, മറ്റൊരു മനുഷ്യന്റെ അരികിലൂടെ സഞ്ചരിച്ചു. അയാൾ വലിയ വിറക് കെട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അത് ചുമക്കാൻ അവന് സാധിക്കുന്നില്ല. എന്നിട്ടും അവൻ അതിലേക്ക് വേറെയും വിറക് കെട്ടുകൾ കൂട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു, അതാരാ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദല്ലദീ ഇൻദഹു അൽ-അമാനതു ലാ യുഅദ്ദിഹാ വഹുവ യജ്ദുദു ഉഖ്റാ. അവന്റെ അടുക്കലുള്ള അമാനത്ത് വീട്ടാതെ വീണ്ടും മറ്റു അമാനത്തുകൾ തേടുന്നവനാണ് അവൻ. ഇത് ഫതുഹുൽ ബാരി വ്യക്തമായി മഹാനവറുകൾ പറയുകയാണ്. വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. മറ്റൊരു വിഭാഗത്തിന്റെ അരികിലൂടെ സഞ്ചരിച്ചു. അവരുടെ നാവുകളും ചുണ്ടുകളും മുറിക്കപ്പെട്ടിരിക്കുന്നു. മുറിക്കപ്പെട്ടാൽ വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഭീകരമായ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നു, ഹൗലായി ഖുതബാഉൽ ഫിത്ന. ഇവർ വലിയ പ്രശ്നമുണ്ടാക്കാൻ ഫിത്നകാരികളായ പ്രസംഗിക്കുന്നവരാണ്. തീ കൊണ്ടുള്ള കത്രിക കൊണ്ടാണ് മുറിക്കപ്പെടുന്നത് എന്നും ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുകയാണ്. ഇരിക്കട്ടെ, പിന്നെയും ഞങ്ങൾ നടന്നു. ഒരു വലിയ കാളയുടെ അടുത്തുകൂടെ സഞ്ചരിച്ചു. അത് ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു. വീണ്ടും അതിലൂടെ തിരിച്ചു പോകാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. അതിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി എന്താണെന്ന് അറിയോ? ഈ മനുഷ്യൻ ഒരു വാക്ക് സംസാരിക്കുകയും അതിൽ ഖേദിക്കുകയും അത് തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവനാണ്. പക്ഷേ അവനതിന് കഴിയുന്നില്ല. ഇത് ഫതുഹുൽ ബാരിയിൽ വ്യക്തമായി മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടോ മറ്റൊരു വിഭാഗത്തിന്റെ അരികിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. അവരുടെ വയറുകൾ വീടുകളെ പോലെയുണ്ട്. അവർ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വീണ് പോകുന്നു. അവരെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുകയാണ്, അവർ പലിശ ഭക്ഷിക്കുന്നവരാണ് നബിയേ. അവരുടെ വയറുകളിൽ പുറത്തുനിന്ന് നോക്കിയാൽ കാണാവുന്ന രൂപത്തിലുള്ള പാമ്പുകളുണ്ട്. നരകത്തെ കാണിക്കപ്പെടുമ്പോൾ ദാഹം പിടിച്ച വട്ടകം ഓടുന്നത് പോലെ ഫിർഔനിന്റെ കൂട്ടാളികൾ അവരെ ചവിട്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ വഴിയിൽ നിന്ന് മാറാൻ സാധിക്കുന്നില്ല. അതാണ് പലിശ പട്ടിയുമായി ബന്ധമുള്ളവർക്കുള്ള ശിക്ഷയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ചു. മറ്റൊരു വിഭാഗത്തിന്റെ അരികിലൂടെ സഞ്ചരിച്ചു. അവരുടെ ചുണ്ടുകൾ വട്ടകത്തെ പോലെയുണ്ട്. അവർ തീക്കട്ടകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതവരുടെ താഴ്ഭാഗത്തിലൂടെ പുറത്തേക്ക് വരുന്നു. അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അവർ യതീമിന്റെ സമ്പത്ത് ഭക്ഷിച്ചവരാണ്. ഹൗലായി അകലതു അംവാലിൽ യതാമ. യതീമക്കളുടെ സമ്പത്ത് ഭക്ഷിച്ചവർ അവർക്കുള്ള ശിക്ഷയാണ് എന്ന് മഹാനവറുകൾ പറയുകയാണ്.
അവരുടെ ചുണ്ടുകളെ പിടിച്ചു വെക്കാനേൽപ്പിക്കപ്പെട്ട മലക്കുകൾ അത് പേടിച്ചു വെക്കുകയും തീപാറകൾ അവരുടെ വയറ്റിലേക്ക് എറിയുകയും അവർ അട്ടഹസിച്ച് കരയുകയും ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ ഭയാനകമായ ഒരു ശിക്ഷയാണ് അല്ലാഹ് പട്ടിയുമായി യതീമക്കളുടെ പണം വയറ്റിലാക്കുന്നവർ സുബ്ഹാനല്ലാഹ് ശിക്ഷയാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു.